കാൻഡെ എന്ന ഹിന്ദി ചിത്രം സംവിധായകൻ സഞ്ജയ് ഗുപ്തയുടെ ഏറ്റവും വലുതും സ്റ്റൈലിഷുമായ ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നാണ് കാൻഡെ എന്ന 2002 പുറത്തിറങ്ങിയ ചിത്രം. സഞ്ജയ് ഗുപ്ത സംവിധാനം ചെയ്ത ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ, സഞ്ജയ് ദത്ത്, സുനിൽ ഷെട്ടി, കുമാർ ഗൗരവ്, മഹേഷ് മഞ്ജ്രേക്കർ, ലക്കി അലി ഇവരൊക്കെയായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ലോസ് ഏഞ്ചൽസിലെ ഒരു കൂട്ടം ഇന്ത്യൻ കുടിയേറ്റക്കാർ ബാങ്ക് കൊള്ളയടിക്കാൻ പദ്ധതിയിടുന്നതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ചിത്രത്തിന്റെ പ്രതിപാദ്യ വിഷയം. ഹോളിവുഡ് ക്രൈം ത്രില്ലറുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ബോളിവുഡ് സ്റ്റൈലും ആക്ഷൻ സൗഹൃദം, അതുപോലെ വഞ്ചന, നർമ്മം, ഫൺ എന്നിവയൊക്കെ ഉൾപ്പെടുത്തിയ ഒരു ത്രില്ലർ പാക്കേജ് ആയിരുന്നു ഈ സിനിമ. ലോസ് ഏഞ്ചൽസിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള 6 ഇന്ത്യൻ വംശജരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവരുടെ ലാപ്ടോപ്പുകൾ നിറച്ച ഒരു ട്രക്ക് മോഷ്ടിച്ചതിനെ കുറിച്ചും അത് എവിടെയാണെന്നും ഇവരോട് ചോദ്യം ചെയ്യുന്നു. സാക്ഷികൾ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ഒരു ഇന്ത്യക്കാരനെ കണ്ടുവെന്ന കാരണത്താലാണ് യാതൊരു തെളിവുമില്ലാതെ ഈ 6 പേരെയും അറസ്റ്റ് ചെയ്യുകയും ഈ അറസ്റ്റ് ചെയ്തതിന് പോലീസിനോടുള്ള അവരുടെ കടുത്ത വിരോധം അവർ ആ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ, ജയിലിലിരിക്കുമ്പോൾ ഒരു ഗൂഢാലോചനയായി വളരുന്നു. അവരെല്ലാം ചേർന്ന് ലോസ് ഏഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ധനസഹായം ഉൾക്കൊള്ളുന്ന അമേരിക്കൻ സർവീസസ് ബാങ്ക് കൊള്ളയടിക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നു. 6 പേരും ജയിൽ മോചിതരായതിനു ശേഷം ബാങ്ക് കൊള്ളയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വീണ്ടും കണ്ടുമുട്ടുന്നു. അവർ ആസൂത്രണം ചെയ്യുന്നു. കവർച്ച ആസൂത്രണം ചെയ്തതുപോലെ തന്നെ നടക്കുകയും ചെയ്യുന്നു. പക്ഷെ ബാങ്കിന് പുറത്ത് തങ്ങൾക്കായി കാത്തിരിക്കുന്ന ഒരു പോലീസ് സംഘത്തെ ഈ കൊള്ളയ്ക്ക് ശേഷം അവർ കാണുന്നു. ഒരു വെടിവെപ്പ് അവിടെ നടക്കുന്നു. മേജർ, അതായത് അമിതാഭ് ബച്ചനെ രക്ഷിക്കുന്നതിനിടെ കൂട്ടത്തിലുള്ള മാക്കിന്, അതായത് ലക്കി അലി അവതരിപ്പിച്ച കഥാപാത്രത്തിന് വെടിയേൽക്കുന്നു. എങ്കിലും ആ സംഘം അവിടെ നിന്ന് രക്ഷപ്പെടുകയും അവരുടെ ഒളിത്താവളത്തിൽ വീണ്ടും കണ്ടുമുട്ടുകയും ചെയ്യുന്നു. പോലീസ് മേധാവിയായ ഡിറ്റക്റ്റീവ് മക്വാറിയെ ഇതിനിടെ സഞ്ജയ് ദത്തിന്റെ കഥാപാത്രമായ അഞ്ജു അവിടെ കിഡ്നാപ്പ് കൊണ്ടുവരുന്നുണ്ട്. അവർ മക്വാറിയെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ 6 പേരുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു രഹസ്യ പോലീസുകാരനാണെന്ന് അദ്ദേഹം പറയുന്നു. ഇത് അവരിൽ പരസ്പരം സംശയം ജനിപ്പിക്കുന്നു. ആരാണ് രഹസ്യ പോലീസുകാരൻ എന്ന സംശയം എല്ലാവർക്കുമുണ്ട്, ഈ 6 പേർക്കുമുണ്ട്. അവരുടെ ഇടയിൽ ഒരു തർക്കം രൂപപ്പെടുന്നു. ആ തർക്കം മൂർച്ഛിക്കുന്നു. പിന്നീട് ഇവർക്ക് എന്ത് സംഭവിക്കും? അതാണ് ഈ സിനിമയുടെ കഥ. ചിത്രത്തിന്റെ ഏറ്റവും വലിയ ശക്തി അതിലെ അഭിനേതാക്കളുടെ കൂട്ടമായിരുന്നു. നമുക്കറിയാം, അമിതാഭ് ബച്ചന്റെ മേജർ കഥാപാത്രം ഈ സിനിമയ്ക്ക് ഒരു വൈകാരിക തലം തന്നെ കൊണ്ടുവരുന്നുണ്ട്. അതേസമയം സഞ്ജയ് ദത്തിന്റെ കഥാപാത്രം ഒരു കോൾഡ് ബ്ലഡ് ക്യാരക്ടറാണ്. സുനിൽ ഷെട്ടി ഈ പല സമയത്തും നിശബ്ദനാണെങ്കിലും അപകടകാരിയായ ഒരു കഥാപാത്രത്തെ മികച്ച നിയന്ത്രണത്തോടെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അതേസമയം കുമാർ ഗൗരവ് സംയമനത്തോടെയുള്ള പ്രകടനത്തിലൂടെ അവിസ്മരണീയമാക്കുക പ്രകടനമാണ് നടത്തിയത്. ലക്കി അലി ഈ ഗ്രൂപ്പിലെ മറ്റൊരു പ്രധാന താരമായി. ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് ബാലിയായി വേഷമിട്ട മഹേഷ് മഞ്ജ്രേക്കറുടെ പ്രകടനമാണ്. അദ്ദേഹത്തിന്റെ കോമിക് ടൈമിംഗ്, തപോരി ശൈലിയിലുള്ള സംഭാഷണങ്ങൾ, പിരിമുറക്കത്തിനിടയിലെ സ്വാഭാവിക താളാത്മകത നിറഞ്ഞ അഭിനയം എന്നിവയൊക്കെ സിനിമയുടെ നട്ടലായിരുന്നു. അദ്ദേഹത്തിന്റെ ശൈലി സിനിമയുടെ അപ്രതീക്ഷിത ഹൈലൈറ്റുകളിൽ ഒന്നായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ആരും മറ്റൊരാളെ മറക്കാതെ സ്ക്രീൻ സ്പേസ് പങ്കിടുന്ന സ്ക്രിപ്റ്റിംഗ് ആണ് സിനിമയുടേത്. അഭിനേതാക്കൾ തമ്മിലുള്ള രസതന്ത്രം ഈ സംഘത്തെ മികവുറ്റതാക്കുന്നുണ്ട്. വളരെ ജനപ്രിയമായ ഇഷ്ക് സമുന്ദർ, മാഹിവേ തുടങ്ങിയ ഗാനങ്ങൾ ഈ ചിത്രത്തിനൊരു ഗ്ലാമർ പരിവേഷം നൽകുകയും ചെയ്യുന്നുണ്ട്. 2001 വേൾഡ് ട്രേഡ് സെന്റർ ദുരന്തത്തിന് ശേഷം, അപകടത്തിന് ശേഷം ആ പ്രദേശത്തെ പ്രധാനമായി അവതരിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ ചിത്രങ്ങളിൽ ഒന്നായി കാൻഡെ മാറി എന്നതാണ് ചിത്രത്തിന്റെ മറ്റൊരു ആകർഷണമായ വശം. ഇത് സിനിമയ്ക്കൊരു അന്താരാഷ്ട്ര നിലവാരം നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. ലോസ് ഏഞ്ചൽസിൽ വ്യാപകമായി ചിത്രീകരിച്ച ഈ ചിത്രം സ്റ്റൈലിഷ് ഛായാഗ്രഹണം കൊണ്ടും ഹോളിവുഡ് ശൈലിയിലുള്ള നിർമ്മാണ രൂപകൽപ്പന കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അന്നേ വരെയുള്ള ഹിന്ദി സിനിമയിൽ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു ഐറ്റം എന്ന രീതിയിൽ തന്നെ ഇദ്ദേഹത്തിന് എണ്ണാമെന്ന് തോന്നുന്നു. പ്രേക്ഷകർ ചിത്രം ഇരുകയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ആ കാലത്ത് സ്ക്രീനിൽ സിനിമയുടെ റിയലിസ്റ്റിക് രീതി ചിത്രത്തിനൊരു കൾട്ട് ഇമേജ് നൽകുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കക്കാരെയും മുഖ്യധാര ഹിന്ദി സിനിമയെയും തുല്യ അളവിൽ ഈ ചിത്രം സ്പർശിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കൻ പണം കൊള്ളയടിക്കുന്ന മറ്റ് NRI നായകരെ പോലെ ഗൃഹാതുരമായ ദേശസ്നേഹത്തെക്കുറിച്ചുള്ള ഗാനങ്ങൾ ആലപിക്കാൻ സമയം ചെലവഴിക്കാത്തവരാണ് ഈ സിനിമയിലെ നായകർ. അവിടെ സ്റ്റീരിയോ ടൈപ്പുകളൊന്നുമില്ല. ആനന്ദരാജാനന്ദിന്റെ ഗാനങ്ങളും അതുപോലെ മികച്ച ബിജു ഷായുടെ മികച്ച പശ്ചാത്തല സംഗീതവും ഈ ചിത്രത്തിന്റെ ഇതിവൃത്തത്തിന് തീവ്രമായ ദൃശ്യപരത നൽകുന്നതിൽ വളരെയധികം സഹായിക്കുന്നുണ്ട്. കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിലും പലപ്പോഴും ടെൻഷൻ ബിൽഡപ്പിനൊപ്പം അവർ ഓരോരുത്തരുടെയും കഥാപാത്ര രൂപീകരണത്തിന്റെ ചരടുകൂടി കൃത്യമായി ഇതിൽ ബന്ധിപ്പിക്കപ്പെടുന്നുണ്ട്. സിനിമയുടെ തുടക്കം മുതലേ ആരംഭിക്കുന്ന പിരിമുറുക്കം അവസാനം വരെയും കൊണ്ടുപോകാൻ ഈ ഡയലോഗുകൾക്കും ഈ ചിത്രത്തിൽ പ്രധാന പങ്കുണ്ട്. അനുരാഗ് കശ്യപിന്റെ സംഭാഷണങ്ങളും സിനിമയുടെ ഗ്രാഫ് ഒരുപടി വരെ ഉയർത്തുന്നുണ്ട് എന്ന് സാരം. പ്രത്യേകിച്ച് അമേരിക്കൻ പോലീസുകാരൻ സഞ്ജയ് ദത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇരുവരും തമ്മിലുള്ള സംഭാഷണ ഭാഗങ്ങളൊക്കെ രസകരമാണ്. പാശ്ചാത്യ സാമ്രാജ്യത്തോടും കൊളോണിയൽ കാലം മുതൽ 9/11 ശേഷവും ഇന്ത്യക്കാരുടെ മേൽ അത് വരുത്തിവെച്ച എല്ലാ അപമാനത്തോടും കാൻഡെ ചിലയിടത്തെല്ലാം പ്രതിഷേധ സ്വരമായി മാറുന്നുണ്ട്. പരസ്പരമുള്ള സംശയവും പിന്നീട് അക്രമത്തിലേക്ക് നയിക്കപ്പെടുന്നതുമെല്ലാം സിനിമയുടെ ക്ലൈമാക്സിനെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നുണ്ട്.
ക്വിന്റൻ ടാരന്റീനിയുടെ റിസർവോയർ ഡോഗ്സ് 1992 ഇറങ്ങിയ ചിത്രമാണ്. ഈ ചിത്രവും അതിന് പ്രചോദനമായ റിംഗോ ലാബിന്റെ സിറ്റി ഓൺ ഫയർ എന്ന ചിത്രവും കാൻഡയെ വളരെയധികം പ്രചോദിപ്പിക്കുന്നതായി കാണാം. 2002 ഡിസംബർ 20 കാൻഡെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. മറ്റൊരു ബോക്സ് ഓഫീസ് വിജയമായ സാത്യയുമായി മത്സരിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും ഒരു വിജയമായിരുന്നു. സഞ്ജയ് ദത്ത്, സുനിൽ ഷെട്ടി, മഹേഷ് മഞ്ജ്രേക്കർ, കുമാർ ഗൗരവ്, അക്ഷയ് ഖന്ന, ശില്പ ഷെട്ടി, ലിസ റേ എന്നിവരായിരുന്നു ആദ്യം അഭിനയിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്നത്. പിന്നീട് അക്ഷയ് ഖന്ന ഈ ചിത്രത്തിൽ നിന്നും പിന്മാറിപ്പോയാണ് ലക്കി അലി അതിന് പകരം വന്നത്. മലൈഗോ അറോറ ലിസ റേയുടെ സ്ഥാനത്തെത്തുകയും ചെയ്തു. ശില്പ ഷെട്ടിക്ക് പകരം നമ്രത സിംഗ് ഗുജ്റാൽ കുമാർ കൗരവിനൊപ്പം അഭിനയിക്കുകയുണ്ടായി. ലോസ് ആഞ്ചൽസിൽ പൂർണ്ണമായി ചിത്രീകരിച്ച ആദ്യത്തെ ബോളിവുഡ് ചിത്രമായിരുന്നത്. 35 ദിവസത്തിനുള്ളിലാണ് ഇതിന്റെ ചിത്രീകരണം പൂർത്തിയായത്. എക്സിക്യൂഷന്റെ കാര്യത്തിൽ കാലത്തിന് വളരെ മുന്നിലുള്ള ഒരു സിനിമ എന്ന രീതിയിൽ കാൻഡെ ഒരു ദൃശ്യാനന്ദമാണ്. നല്ല പ്രകടനങ്ങളും മികച്ച ആക്ഷനും കൂടിച്ചേർന്ന് തീർച്ചയായും കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. തന്റെ സിനിമകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പുറത്തിറങ്ങിയ നിരവധി സിനിമകളിൽ ക്വിന്റൻ ടാരന്റീനോ തന്റെ പ്രിയപ്പെട്ട സിനിമയായി കാൻഡയെ വിശേഷിപ്പിച്ചതും പിന്നീട് സിനിമയ്ക്ക് കിട്ടിയ വലിയ സർട്ടിഫിക്കറ്റുകളിലൊന്നാണ്. റിസർവോയർ ഡോഗ്സിൽ തനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിലും അപ്പുറത്തേക്ക് പോയതിന് ചിത്രത്തിന്റെ കഥാപാത്ര നിർമ്മാണത്തെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്.